സിപിഐഎമ്മിൽ അസാധാരണ മികവുള്ള യുവ നേതാക്കൾ ഇല്ലെന്ന് ജി സുധാകരന്റെ വിമർശനം. പാർട്ടിയിലും സർക്കാരിലും യുവ നേതാക്കളുടെ പ്രകടനം ശരാശരി മാത്രമെന്നും ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ജി സുധാകരൻ തുറന്നടിച്ചു. സിപിഐഎം കൊണ്ടുവന്ന 75 വയസ്സ് എന്ന പ്രായപരിധിയെയും അഭിമുഖത്തിൽ സുധാകരൻ വിമർശിച്ചു. ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രായപരിധി എന്ന നിബന്ധന ഇല്ല എന്നും സുധാകരൻ പറഞ്ഞു. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു. ശ്രീജിത്ത്, ഏതായാലും അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ജി സുധാകരൻ ഉയർത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഈ പ്രായപരിധി അടക്കമുള്ളവ ആപ്ലിക്കബിൾ ആയപ്പോൾ അദ്ദേഹത്തെ പോലുള്ള നേതാക്കൾക്ക് പൊതുപരിപാടികളില്ലാത്തതും അവർ അവഗണിക്കപ്പെടുന്നതുമൊക്കെ വലിയ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ തുറന്നടിക്കൽ എന്നുകൂടി ഉണ്ട്, അല്ലേ? തീർച്ചയായും പ്രായപരിധി ഒരു കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ച് ഒരു ഘടകമേ അല്ല. അദ്ദേഹത്തിന് പ്രവർത്തിക്കാനോ അദ്ദേഹത്തിൻ്റെ ധിഷണയെ അത് ബാധിക്കുമോ എന്ന തരത്തിലൊന്നും പ്രായപരിധി ഒരു ഘടകമേ അല്ല എന്ന് ആവർത്തിച്ച് പറയാനാണ് ഈ അഭിമുഖത്തിലും ജി സുധാകരൻ ശ്രമിക്കുന്നത്. പ്രായപരിധിയെ സംബന്ധിച്ച് ജി സുധാകരൻ ആദ്യമായിട്ടല്ല ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നത്. മുൻകാലങ്ങളിലൊക്കെ CPM-നെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ഇത്തവണ വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രായപരിധി ഒരു നിബന്ധനയല്ല, അല്ലെങ്കിൽ അതൊരു ഘടകമല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെയും അദ്ദേഹത്തിൻ്റെ ധിഷണയെയും ബാധിക്കുന്ന ഘടകമായി പ്രായപരിധി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രായപരിധി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ ഒരു ഘടകമല്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പുതിയ തലമുറയിൽ, അതായത് പ്രായപരിധിക്ക് മൂലം ആളുകളെ മാറ്റുന്നുണ്ട് എങ്കിൽ അത് യുവാക്കളെ കൊണ്ടുവരാനാണ്, യുവാക്കൾക്ക് പാർട്ടിയിൽ കൂടുതൽ അവസരം നൽകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ മുൻകാലങ്ങളിലും പാർട്ടി യുവാക്കൾക്ക് വലിയ അവസരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ വരുന്ന യുവാക്കൾ, ഇപ്പോൾ പാർട്ടിയിലും സർക്കാരിലുമുള്ള യുവാക്കൾ, സർക്കാരിലും പാർട്ടിയിലും യുവാക്കൾക്ക് അവസരം നൽകിയപ്പോഴാണ് അദ്ദേഹം ജി സുധാകരൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നുമൊക്കെ മാറി നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ പുതിയ ആളുകൾ വന്നപ്പോൾ ആ ആളുകളൊന്നും ശരാശരിക്ക് മുകളിൽ ഒരു പ്രകടനം നടത്താൻ കഴിയുന്നവരായിരുന്നില്ല, അല്ലെങ്കിൽ അവർ കഴിയുന്നില്ല എന്ന് പറയാനും ജി സുധാകരൻ ശ്രമിക്കുന്നുണ്ട്. ഈ അഭിമുഖത്തിൽ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ശരാശരിക്ക് മുകളിൽ എന്ന് അദ്ദേഹം പറയുമ്പോൾ, അത് മാത്രമല്ല, പൊതുജനാഭിപ്രായം എന്നുള്ളത് അസാധാരണ മികവുള്ള നേതാക്കളാരും യുവ നേതാക്കളാരും ഇപ്പോൾ പാർട്ടിയിലും ഇപ്പോൾ സർക്കാരിലുമില്ല എന്നുകൂടി പറയുന്നുണ്ട്. അത് പൊതുജനാഭിപ്രായം അങ്ങനെയാണ് വരുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സ്വന്തം അഭിപ്രായമായി പറയുന്നത് ശരാശരിക്ക് മുകളിൽ മികച്ച പ്രകടനമുള്ള ആളുകൾ യുവ നേതാക്കളാരും ഇപ്പോൾ പാർട്ടിയിലും സർക്കാരിലുമില്ല. അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് പൊതുജനാഭിപ്രായം എന്ന നിലയിൽ അസാധാരണ മികവുള്ള യുവ നേതാക്കളാരും പാർട്ടിയിലും സർക്കാരിലുമില്ല എന്നുകൂടി പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ BJPക്ക് വലിയ സ്വാധീനം, അല്ലെങ്കിൽ BJP വലിയ രൂപത്തിൽ വളർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഏതാണ്ട് 20% വോട്ട് BJP ആലപ്പുഴയിൽ ശേഖരിച്ചിട്ടുണ്ട്, സമാഹരിച്ചിട്ടുണ്ട്. പുന്നപ്ര പഞ്ചായത്ത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പുന്നപ്ര പഞ്ചായത്തിൽ CPM 3-ാം സ്ഥാനത്തായിരുന്നു. ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സ്വാഭാവികമായും ഈ ഒരു സുധാകരൻ്റെ പ്രസ്താവന, അല്ലെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുധാകരൻ്റെ പ്രസ്താവന ആലപ്പുഴയിലെ CPM-നകത്ത് വലിയ ചർച്ചയുണ്ടാക്കും എന്നുള്ളത് വസ്തുതയാണ്. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇതിൽ പ്രായപരിധിയും അതുമാത്രമല്ല യുവ നേതാക്കളുടെ കാര്യവും പറയുമ്പോൾ തന്നെ അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങളിലൊന്ന്, പ്രധാനമായും ചോദ്യങ്ങളിലൊന്ന്, അദ്ദേഹം ഈ അടുത്തിടയിൽ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹം CPM വിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഉത്തരം, ഞാൻ എന്നും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ബാല്യകാലം മുതൽ തന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലവും കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ തുടരും, ഞാൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണത്തെ അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട്. എന്തായാലും ഈ പ്രായപരിധി വീണ്ടും ഒരു വിവാദമാക്കാനും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്വാധീനം ചർച്ചയാക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചതെന്ന് വേണം കാണാൻ. പ്രായപരിധി ചർച്ചയാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ 78 വയസ്സുള്ള അദ്ദേഹം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോഴുള്ള യുവ നേതാക്കന്മാരിൽ ആരും അസാധാരണ മികവുള്ളവരോ ശരാശരിക്ക് മുകളിൽ മികവുള്ളവരോ ആയി കാണുന്നില്ല. അവരെ ആരെയും അങ്ങനെ പാർട്ടിയിലും സർക്കാരിലും പ്രവർത്തിക്കുന്ന യുവ നേതാക്കൾ ഇപ്പോൾ പാർട്ടിയിലും സർക്കാരിലും അങ്ങനെ പ്രവർത്തിക്കുന്നവരായി കാണാൻ കഴിയുന്നില്ല. പൊതുജനാഭിപ്രായം അങ്ങനെ തന്നെയാണ് എന്ന് തന്നെ അദ്ദേഹം ആവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.